ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഇറാൻ ചൈനയിൽ നിന്നും വാങ്ങിയതായി റിപ്പോർട്ട്. ദീർഘദൂര മിസൈൽ നിർമ്മാണത്തിനായി അമോണിയം പെർക്കോലേറ്റ് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ടൺ രാസവസ്തുക്കൾ അടുത്ത മാസം ഇറാനിലെത്തിച്ചേക്കുമെന്നാണ് സൂചന. അമേരിക്കൻ പത്രമായ വാൾസ്ട്രീറ്റ് ജേണലാണ് ഇറാൻ ചൈന ബന്ധത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആണവ പദ്ധതിയിൽ അമേരിക്കൻ നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിയതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. ഇതിനു മുൻപും മിസൈൽ നിർമ്മാണത്തിനായി ഇറാൻ ചൈനയിൽ നിന്നും രാസവസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട്. ഈ വർഷം ആരംഭത്തിലാണ് 1000 ടൺ സോഡിയം പെർക്കോളറേറ്റ് ചൈനയിൽ നിന്നും ഇറാനിലെത്തിച്ചത്. ഇപ്പോൾ 800 ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ആവശ്യമായ വസ്തുക്കളാണ് കൊണ്ടുവരുന്നത്. പിഷ്കമാൻ തജാരത്ത് റഫി നൊവിൻ എന്ന ഇറാനിയൻ കമ്പനിയാണ് ഓർഡർ നൽകിയതെന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ ആണവ വിഷയത്തിനൊപ്പം തങ്ങളുടെ മിസൈൽ പദ്ധതികളിലും ആരുടെയും ഇടപെടൽ അനുവദിക്കില്ല എന്നാണ് ഇറാൻ നിലപാട്. അമേരിക്കയുമായി ആണവ ചർച്ചകൾ തുടരുമ്പോഴും മിസൈൽ നിയന്ത്രണം പോലെയുള്ള അമേരിക്കൻ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറയുന്നത് മിസൈലുകൾക്ക് ഇന്ധനമായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഇറാനുമായി ബന്ധമുള്ള ഹൂത്തി അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് ഇറാൻ കൈമാറാനുള്ള സാധ്യതയും വാൾസ്ട്രീറ്റ് ജേണൽ വിവിധ സ്രോതസ്സുകൾ ഉദ്ധരിച്ച് പറയുന്നു. ഒപ്പം അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഇറാൻ ചൈനയുമായി അടുക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്.